നേരത്തെ പറഞ്ഞു സിനിമ കഴിഞ്ഞു 35 days പാക്കപ്പ്, ഞാൻ ആ ക്യാരക്ടർ അവിടെ വിട്ടു, പിന്നെ അതിൽ നിന്നൊക്കെ മാറി. പക്ഷെ ചിലതിൽ നിന്നും നമുക്ക് മാനസികമായി കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങൾ, മെൻ്റലിസ്റ്റ്, വേറൊരാളുടെ മനസ്സ് വായിക്കാം, വേറൊരാളെ വായിക്കാം, പറയാം. മെൻ്റലിസ്റ്റ് എന്തെങ്കിലും കയറിയിട്ടുണ്ടോ മനസ്സിൽ? അതുണ്ടാവും, എല്ലാത്തിൻ്റെയും സംഭവങ്ങൾ കിടക്കുന്നുണ്ടാവും. പക്ഷേ അതാ ഞാൻ പറഞ്ഞു, ഇതിനൊന്നും നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ അവരുടെ ഇതിലുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മുടെ നോട്ടം കാര്യങ്ങൾ എല്ലാം ചിലപ്പോൾ ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഫിലിം ഫെയർ അവാർഡ് കിട്ടിയ വില്ലനാണോ നായകൻ ചെയ്യുമ്പോഴാണോ കൂടുതൽ സന്തോഷം? കഥാപാത്രം ചെയ്യുമ്പോഴാണ്. അത് ഏത് കഥാപാത്രം എന്നുള്ളതില്ല, ഡെപ്തുള്ള കഥാപാത്രം ചെയ്യുമ്പോഴൊക്കെ സന്തോഷമാണ്. അത് ചിലപ്പോൾ വില്ലനാവാം, അത് ചിലപ്പോൾ നായകനാവാം, സപ്പോർട്ടിങ് ആക്ടർ ആവാം. ഇതിനൊക്കെ ഒരു രതി ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആ സന്തോഷത്തിൽ, ആ രതിയിൽ ഒരു നായക കഥാപാത്രം കിട്ടിയപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല, രാജു ചെയ്യട്ടെ എന്ന് പറയാൻ വന്ന ആ ഒരു വലിയ മനസ്സ്, അതെന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു? വലിയ മനസ്സിൻ്റെ ഒന്നുമില്ല, നിൽക്കണ്ട ഇവിടെ. പിന്നെ പൃഥ്വിരാജിന് നായകൻ അങ്ങനെ വലിയ മനസ്സൊന്നുമില്ല. ആ ക്യാരക്ടർ എനിക്ക് തോന്നി അത് വേറെ നല്ലത് കങ്കാരു എന്ന് പറഞ്ഞ പടാ നായകനായിട്ട്. ഞാൻ ചിലപ്പോൾ ഉണ്ടല്ലോ, നമുക്കെല്ലാം ഓർക്കും, ജയൻ്റെ ഞാൻ എല്ലാ സിനിമകളും കാണുന്നത് എനിക്കറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ ഉസ്താദ് ഹോട്ടൽ നന്നായിരിക്കണം. ചിലപ്പോൾ പേര് അങ്ങോട്ടും വിട്ടുപോകും. ഇവിടെ ഞാൻ കട്ടൊന്നും പറയുന്നില്ല, അറിയാതെ ചിലപ്പോൾ പേര് മാറില്ല. വ്യക്തികൾക്ക് ഞാൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ആലോചിച്ച് കള്ളിയാണ്. എത്ര വർഷമായിട്ട് അറിയാവുന്നതാണ്, എത്ര 10-15 വർഷമായിട്ട് അറിയാവുന്നതാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആസിഫ് അലി പറഞ്ഞ പോലെ. ആസിഫ് അലിയെ ഇത് നിങ്ങൾക്കത് അറിയാത്തതുകൊണ്ടാണ്. ഇത് 3ാമത്തെ ടേക്കാണ്, കാണണ്ട. എന്നെ ഒരു പ്രാവശ്യം കുഞ്ചാക്കോവാന്ന് വിളിച്ചു, ആസിഫ് അലി എന്ന് വിളിച്ചു, ഇപ്പോഴാണ് ജയസൂര്യ എന്ന് വിളിക്കുന്നത്. ആ ടേക്കാണ് ഇപ്പിടുക. എന്റെ ശിവൻ സമ്മതിച്ചു കേട്ടോ, സമ്മതിച്ചു ഞാൻ. എന്റെ ഭഗവാനെ, പണി തരാൻ കേട്ടിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചു ഒരു അവാർഡ് ലഭിച്ച് വന്നു, എൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ താരപ്പകിട്ട കാഴ്ച ഇനി തേച്ചൊട്ടിച്ചു പറഞ്ഞ പോലെ. ഞാനവിടെ പറഞ്ഞ പേര് മാറിപ്പോകുന്നു. ജയന്തി തന്നെയല്ലേ പറഞ്ഞ? ഞാൻ വ്യക്തികളുടെ പേരല്ല, ചിലപ്പോൾ എനിക്ക് സിനിമയുടെ പേര് ഓർമ്മ വരില്ല. ഞാൻ അതാ പറഞ്ഞത്, അത് ഞാൻ ഏറ്റു പറയാന്നുള്ളത് വലിയ കാര്യം. ഞാനൊരു പ്രായത്തിൻ്റെയാണ് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു ടോപ്പ് ബാക്ക് വെച്ചു യെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് പേര് വരാതെ ഞാനിത് ചെയ്യാം. പക്ഷെ എനിക്ക് അതിൽ വിശ്വാസമില്ല, എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് നാച്ചുറലായി പറയുന്നതാണ് താല്പര്യം. അതുകൊണ്ടാണ് എനിക്ക് കങ്കാരു ഓർമ്മ വന്നില്ല ചെയ്യാന്ന് പറഞ്ഞത്. അതിന് പ്രശ്നമൊന്നുമില്ല, എല്ലാം കഴിഞ്ഞില്ലേ. അപ്പോൾ ഓക്കെ. അപ്പോൾ കങ്കാരു എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് അങ്ങനെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് വില്ലനാണ് കുറച്ചും കൂടി ഇഷ്ടമായത്, അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റേത് ആര് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പൃഥ്വി ചെയ്താൽ നന്നായിരിക്കും, ഞാൻ അവനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. നമ്മുടെ ആ സാധനം ഉണ്ടെന്ന് കേട്ടു നോക്ക് എന്ന് പറഞ്ഞു. അവന് കേട്ടത് ഇഷ്ടമായി, മറ്റേ ക്യാരക്ടർ ഞാനും ചെയ്തു. അത്രേ. ഇപ്പോൾ പ്രക്ഷോഭിൻ്റെ പടമാണ്, എന്താണ് അതിലൊരു ക്യാരക്ടർ? അല്ല അത് പറയാറായിട്ടില്ല അല്ല, അത് റിവീൽ ചെയ്യാൻ ഇപ്പം പറ്റില്ല. സിനിമയ്ക്ക് പേരിടുന്നതിൽ എത്രത്തോളം ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കാം? അതെ, നമ്മളെല്ലാ ചർച്ചയിലും ഉണ്ടാവും ജയന്തി. സിനിമയൊക്കെ പണ്ടത്തെ പോലെ അല്ലപ്പാ. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംവിധായകരുടെ സംവിധായകനും റൈറ്ററൊക്കെ കൂടി, എനിക്കറിയില്ല കേട്ടോ, കേട്ടിട്ടുള്ളതാണ്, അവർ മാത്രം ഇരുന്ന് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് ആക്ടർ പോയി അഭിനയിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇന്ന് അങ്ങനെയല്ല, നമ്മളൊക്കെ 24 hours അതിനകത്ത് തന്നെയാണ്. അത് എല്ലാ കാര്യത്തിലും എൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയണേ, എല്ലാ കാര്യത്തിലും ഞാനുണ്ടാവും. അപ്പം അങ്ങനെ അതിനെ സംവിധായകർ ചിലപ്പം ഈ ആക്ടർ ഒരുപാട് ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരു തരം ഈഗോ അല്ലേ? അയാൾ ഇടപെടുന്നത് സിനിമ നന്നാകാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ ഈ ഡയറക്ടർ എടുത്ത് നിന്നിട്ട് സാർ ഇങ്ങനെ മതി അല്ലെ മറ്റേ വെച്ച്, അതല്ലല്ലോ ചേട്ടാ, നമുക്കിത് ഇങ്ങനെ ചെയ്താലോ. ഞാൻ ഏത് പുതിയ ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന രീതി അങ്ങനെയാണ്. ഒരാളുടെ ഈഗോനെ ഞാൻ ഹേർട്ട് ചെയ്യാറില്ല. മാത്രമല്ല, നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും ചെയ്യും. നമുക്ക് ഇത് ഇന്ന ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഈ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ചെയ്താലോ. അപ്പോൾ പറയും ഇല്ല ഏട്ടാ അത് വർക്കൗട്ട് ആവില്ല, എന്നാൽ പിന്നെ അത് വേണ്ട, ഓക്കെ. അങ്ങനെയാണ്, അതൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലേ. കറക്റ്റ്. അല്ലാതെ ഒരു കൂട്ടായ്മ. പിന്നെ ഇതിനകത്ത് സീനിയോറിറ്റി അങ്ങനെയൊന്നും ഇല്ല ജയന്തി. സിനിമയിൽ എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഏത് സിനിമ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അങ്ങനെ സമീപിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എനിക്കറിയാമെന്നല്ല എന്ന് ഭാവം വരുന്ന അന്ന് ഞാൻ ഫീൽഡ് ഔട്ട് ആകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കുന്നതാണ് നല്ലത്. അന്ന് എൻ്റെ കഷ്ടകാലം തുടങ്ങും. എക്സ്പീരിയൻസുകൾ ചിലവരുടെ വില്ലന്മാരായി കടന്നു വരും. ഞാൻ 10-15 വർഷമായി ഇപ്പോൾ വണ്ടി ഓടിക്കുന്നവനെ അങ്ങനെ പറയും. ഒരു 15 വർഷം ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു, എന്നെ പഠിപ്പിക്കേണ്ട. ആ ഒരു അശ്രദ്ധ മതി, ആ ഒരു അഹങ്കാരം മതി, ഒരു സെക്കൻഡിൻ്റെ കാര്യം മതി തലകുത്തി താഴെ വീഴാൻ എന്ന് പറഞ്ഞ പോലെയാണ്. ക്രിയേറ്റീവായ ആൾക്കാർ അഡ്മിനിസ്ട്രേഷനിൽ കുറച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റില്ല. കണക്ക് കൂട്ടലിലൊക്കെ ചെയ്യാൻ എങ്ങനെയാണ്? ഞാൻ ഒന്നാമത്തെ മാത്സിന് പണ്ട് തന്നെ വളരെ മോശമായതുകൊണ്ട് എൻ്റെ കണക്ക് കൂട്ടലൊക്കെ കുഴപ്പമാണ്. അതിന് അത്യാവശ്യം ബുദ്ധിയുള്ളൊരു ഭാര്യനെ ദൈവം തന്നത് നന്നായി. ഞാൻ ആ കാര്യത്തിലേക്ക് ഇടപെടാറേ ഇല്ല.
അതുകൊണ്ട് അവളുടെ കണക്കുകൂട്ടലുകൾ തെറ്റല്ല, അവളുടെ സെലക്ഷനും. യെസ്, സെലക്ഷൻ അത് ആ പ്രേതത്തിൽ. ഞാൻ എൻ്റെ കാര്യം ഉദ്ദേശിച്ചത് അവളുടെ സെലക്ഷൻ. അങ്ങനെയല്ല, അത് ഭാര്യ പറഞ്ഞപ്പോൾ അത് ശരിയല്ല. ഞാനെന്ന് പറയുന്ന വ്യക്തിനെയാണ് ഞാൻ പറഞ്ഞത് അവളുടെ സെലക്ഷൻ നല്ലതെന്ന്. ആണ്, പക്ഷെ ആ കോസ്റ്റ്യൂമിലേക്ക് കൊണ്ടുപോയത് എന്തിനാ? ഓ എന്ന് ഇപ്പഴാ ഇത് ഇത്ര വയ്യ ഓരോന്ന് കത്തല. ക്രെഡിറ്റ് ഗോസ് ടു ഹെർ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെയാണ് കണ്ടത്. പ്രേതത്തിന്റെ കോസ്റ്റ്യൂമായാലും ജയന്റെ എല്ലാ കോസ്റ്റ്യൂമിലായാലും എന്താണ് ഞങ്ങളൊന്ന് ആഘോഷിച്ചോട്ടെ ജയ. അങ്ങനെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് സ്ത്രീകൾക്കും ഒരു ക്രെഡിറ്റ് കൊടുക്കണം. ഭാര്യയുടെ പേര് പറഞ്ഞു സജിത. എങ്ങനെയുണ്ട്? നിങ്ങൾ ഇതൊരു ക്ലോസപ്പിൽ എടുക്കൂ. എൻ്റെ അടുത്ത് ഒരു കുഴപ്പമില്ല, അതൊക്കെ എടുത്തു. ഒരു കുഴപ്പമില്ല, ഇതൊക്കെ ഒരു അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഭഗവാൻ, ഇതൊക്കെ ലൈവായിട്ട്. എൻ്റെ ഭാര്യയുടെ പേര് സജിത എന്നല്ല, സരിത എന്നാണ്. സോറി, ഒരു പ്രശ്നമില്ല. ഇതിനിപ്പോ എന്താ ഇത് ഓർത്തിരിക്കണം? ഉണ്ടല്ലോ. അല്ല, ഞാൻ ഒരു ഇതിന്റെ ഒരു അഭിനയമില്ല കേട്ടോ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ മനഃപൂർവ്വം കളിച്ചാണ്. ദേജാവുവിന്റെ ഏതൊരു ടെക്സ്റ്റ് മെസ്സേജിലും എനിക്ക് സരിത അയക്കാറുണ്ട്. അത് ഞാൻ എന്നിട്ട് പോലും അവളുടെ പേര് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതാണ് ജയൻ, മനസ്സിലായില്ലേ? ജയൻ സ്കോർ ചെയ്തു. പേര് തെറ്റിച്ചോറിട്ട് പറ രമണി. അല്ല സോറി ജയൻ. കണ്ടോ, എന്റെ പേര് തെറ്റിച്ചാൽ ഞാൻ ഒന്നും പറയില്ല. കാര്യം മലയാളത്തിന്റെ ഒരു സൂപ്പർ സ്റ്റാർ ജീവിക്കുന്ന അംബാനി ഒരു പേര്. ഇതാണല്ലേ ഈ ജയന്തി ജനത എക്സ്പ്രസ്. എനിക്ക് ഒരു അവകാശങ്ങളും ഇല്ല. എന്താ തള്ളു. ഓക്കെ ഓക്കെ പറയാ. എന്നിട്ട് അല്ല, കണക്ക് കൂട്ടലുകളെല്ലാം സരിത ചെയ്യും. എല്ലാം നല്ല അവൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുക. നമ്മൾ വിചാരിച്ച പോലെ ആ ഡ്രാമ നന്നായി വർക്കൗട്ട് ചെയ്ത. താങ്ക് യു ജയൻ, നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഈ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ ഇത് എഡിറ്റ് ചെയ്ത് കളയാൻ പറയണം എന്നൊക്കെയുള്ള തോട്ടല്ല പോയിക്കൊണ്ടിരിക്കണം. മെന്റലിസ്റ്റ് മാറിയിട്ടില്ല ജയൻ. അതാണ് ജയന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. മലയാള സിനിമയുടെ തുടക്കം മുതൽ നമ്മൾ നല്ല കൂട്ടായ്മകൾ വിജയിച്ചും വിജയാരവങ്ങൾ മുഴക്കിയും നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയുടെ വളർച്ചയെ ആ രീതിയിൽ കൊണ്ടുപോയതൊക്കെ. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയാണ് രഞ്ജിത്ത് ശങ്കറും ജയനും. ആ ഒരു ഈ സിനിമ അത് കഴിഞ്ഞ് പ്രേതം 2 അങ്ങനെ ഓരോന്ന് വരുമ്പോഴും ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആവോ, അങ്ങനത്തെ എന്തൊക്കെ ആശങ്കകൾ അങ്ങനെ തോന്നാറുണ്ട്? അതിനെങ്ങനെ മറികടക്കും? നല്ല ചോദ്യം. ഈ രഞ്ജിത്ത് ഞാനും കൂടി എപ്പോഴും പടം ചെയ്യുന്ന സമയത്ത് ഉള്ളതാണ്. ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന സമയത്ത് എന്തെങ്കിലും പുതിയൊരു തോട്ട് വരണം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് പുണ്യാളൻ നമ്മൾ ചെയ്യുന്നു, ഒരു പുതിയ തോട്ടായിരുന്നു. രണ്ടാം വീണ്ടും സുധി വാത്മീകം സ്റ്റാമറിംഗ് ഉള്ള വേറൊരു തോട്ടായിരുന്നു. പ്രേതം എൻ്റർലി ഡിഫറെൻ്റാണ്. ഞാൻ മേരിക്കുട്ടി എൻ്റർലി ഡിഫറെൻ്റാണ്. പിന്നെയൊക്കെ അതിൻ്റെ സീക്വലാണ്, പ്രേതത്തിൻ്റെ സീക്വലും പുണ്യാളൻ്റെ സീക്വലും, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഈ ഒരു കോമ്പിനേഷൻ ആളുകൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. ഇത് എന്താ പറയുക, സിനിമകൾ അത്യാവശ്യം വർക്കൗട്ടും ആകാതെ പോയാൽ ഈ കോമ്പിനേഷനിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഏത് സബ്ജക്റ്റുകൾ വീണ്ടും അതുപോലെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കും മടുക്കും, നമുക്കും മടുക്കും. നമുക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ രഞ്ജിത്ത് ഇപ്പം എന്തോ അടുത്തത് വേറെന്തോ പ്ലാൻ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ചേരുന്ന സിനിമകൾ ചെയ്യും. സൗഹൃദത്തിൻ്റെ പുറത്ത് ഒരിക്കലും സിനിമ ചെയ്യില്ല, നമ്മൾ ചെയ്യില്ല. എനിക്ക് ചേരുന്ന സിനിമകൾ വരുന്നാൽ നമ്മൾ ചെയ്യും, അത്രേ. എത്രത്തോളം ഒബ്സർവൻ്റാണ് ജയൻ്റെ ഒരു നിരീക്ഷണം? ഞാൻ എങ്ങനെയാണ്, എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. ആൻസൺ പോൾ എന്ന് പറയുന്ന ഒരു ആക്ടർ വന്ന് പറഞ്ഞു, ഞാൻ ഫിലിം ഫെയറിൽ ജയസൂര്യ വന്നപ്പോൾ ഞാൻ അവിടെ വെച്ച് എനിക്ക് കാണാൻ ഇതുണ്ടായിട്ടാ വരണം എൻ്റെ സുസുധി വാത്മീകത്തിൽ ഇതേപോലെ എന്ന് വെച്ചാൽ ജയൻ അതൊരിക്കലും അറിഞ്ഞു വിളിച്ചതല്ല. പക്ഷേ ജയൻ അയാളെ കണ്ടപ്പോൾ യെസ്, ആ ക്യാരക്ടർ ചെയ്യാൻ ഇയാളാണ്, കാര്യം ആ ഹൈറ്റിന് ഇയാളാണ് ആവശ്യമെന്ന് അത്തരത്തിൽ എത്രത്തോളം നിരീക്ഷിക്കും ജയൻ? ഇല്ല ജയന്തി, ഒരു സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ആക്ടേഴ്സിനൊക്കെ ചിലപ്പോൾ ആവശ്യം വരും. അപ്പോൾ നമ്മൾ ആ ഡിസ്കഷനിൽ ഫുൾ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ആര് ചെയ്താൽ നന്നാവും, ഒരു പുതിയ ഒരാളെ തപ്പാം അല്ലെങ്കിൽ പുതിയ ഒരാളെ നോക്കാം എന്നൊക്കെ പറയുന്ന ചിലപ്പോൾ ഡിസ്കഷൻ ഉണ്ടാകും. അപ്പം പിന്നെ നമ്മൾ എന്തറിയോ, പിന്നെ ചുറ്റിനും കാണുന്നതൊക്കെ അവരെ തന്നെ ആയിരിക്കും. അവരെ നമ്മുടെ ക്യാരക്ടർ വെച്ച് നമ്മൾ നോക്കുക, ഇവന് ആ ലുക്ക് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ജിമ്മിൽ വെച്ചിട്ടാണ് ആൻസൺ പോളിനെ കാണുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇവന് നല്ല രസമുണ്ടല്ലോ, നല്ല ഹാൻസമാണ്. കാരണം നായകനേക്കാൾ ഹാൻസം ആയിരിക്കണം അത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നല്ല സുന്ദരം പയ്യൻ. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ, ആ മോഡലിംഗ് ചെയ്യേണ്ടേട്ടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നമ്പറും തരണം, എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ് അയച്ചു തന്ന് ഞാൻ രഞ്ജിത്തിന് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ആൻസൺ പോൾ എന്നാണ് അവൻ്റെ പേര്, ഭയങ്കര രസമുള്ള പയ്യനാണ്, നിങ്ങളൊന്ന് കാണും, ഇഷ്ടമാവും, അവന് നമുക്ക് ക്യാരക്ടർ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിജയ് ബാബു എന്നുള്ള ക്യാരക്ടർ ആൻസൺ പോൾ ചെയ്യണം.
അപ്പോൾ അല്ല അതൊക്കെ ഒരു നിമിത്തം ഇപ്പം ഞാനല്ലെങ്കിൽ വേറെ ആൾ കണ്ടെത്തും, അത്രേ ഉള്ളൂ. ഇത് വലിയ സംഭവമൊന്നുമില്ല. ഈ സംഭവം ഇല്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, അതാണ് ജയ സിനിമയിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത്. എൻ്റെ ദൈവം, അങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിയാണ്. വെള്ളം വരെ ഊമപ്പെണ്ണിനും ഉരിയാട പയ്യനിൽ തൊട്ട് വെള്ളത്തിൽ തുടങ്ങി. ഇപ്പം പ്രശോഭിൻ്റെ പടത്തിന് പേരിട്ടിട്ടില്ല, ഓർമ്മയുണ്ട്. ഈ ഒരു യാത്രയിൽ ജയൻ എങ്ങനെ കാണുന്നു അതിനെ? പോസിറ്റീവ് നെഗറ്റീവ് ഫ്ലക്ച്വേഷൻസ്, താഴോട്ട് യാത്ര, ഫ്രസ്ട്രേഷൻ, വിഷമം, സന്തോഷം, ദേഷ്യം, ഇതിനെല്ലാം ന്യൂട്രലായിട്ട് കണ്ടാൽ മതി. ഇതിനൊക്കെ വലിയ സംഭവമായിട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞാലാണ് എന്ത് കുഴപ്പം. സന്തോഷമായി കഴിഞ്ഞാലും ഭയങ്കര സംഭവമായിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. ദുഃഖമാണെങ്കിൽ അത് ഹോൾഡ് ചെയ്യുക. ഞാൻ ഒന്നും ഹോൾഡ് ചെയ്യാറില്ല. സന്തോഷം വന്നാൽ അങ്ങോട്ട് പോട്ടെ, ദുഃഖം വന്നാൽ അങ്ങോട്ട് പോട്ടെ, ന്യൂട്രലിൽ നിൽക്കുക. ഈ ലൈഫ് എന്നൊക്കെ തോന്നി എനിക്ക് ഈ ഭയങ്കര സാഹിത്യമായിട്ടൊക്കെ പറഞ്ഞാൽ ഫിലോസഫിക്കലൊക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ തമ്പുരു അല്ലെങ്കിൽ ഗിറ്റാറിൻ്റെയൊക്കെ കമ്പി പോലെയാണ് ലൈഫ്. അതിന് ഒരുപാടൊക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം മാറിപ്പോവും, ഒരുപാട് ലൂസാക്കിയാലും ശബ്ദം മാറിപ്പോവും. ന്യൂട്രലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കേൾക്കാം. മാറ്റം വരുത്തണമെന്ന് തോന്നിയിട്ടുള്ള മേഖല അത് നമുക്കിപ്പം ഓക്കെ, നമ്മുടെ നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ റോഡിൻ്റെ ജയൻ ഇടപെട്ടിട്ടുള്ളതാണ്. ഞാൻ ആ ഒരു ക്ലീശയിലേക്കല്ല വരുന്നത്. പക്ഷേ നമുക്ക് സമയത്ത് എത്താൻ പറ്റില്ല, ട്രാഫിക്, റോഡ് വീതി കൂടുന്ന പ്രശ്നം, കടക്കാർ ചിലപ്പോൾ സ്ഥലം ആവശ്യത്തിന് കൊടുത്തിട്ടില്ല വരില്ല, പാലത്തിൻ്റെ ടോള് പിരിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ സോഷ്യൽ ഇഷ്യൂസ്. പക്ഷേ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ, ഒരു മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ അത് നമ്മൾ അറിയാതെ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഞാൻ ചിലപ്പോൾ ജയസൂര്യ എന്നുള്ള ഒരു ആക്ടർ ആയിരിക്കില്ല അവിടെ ഇടപെട്ടത്, വ്യക്തിയായിരിക്കും, അതിൽ നിന്നുണ്ടായ അനുഭവമായിരിക്കും അത് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ ഇടപെടാൻ. അപ്പോൾ അത്തരത്തിൽ മാറ്റങ്ങൾ എങ്ങനെ കാണുന്നു ജയൻ? എത്ര സമയം വരും നമ്മുടെ ഈ നാട്ടിൽ അത്തരത്തിലൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ? അതിൽ വിഷമം തോന്നുന്നു, എന്തായാലും ശ്രമം. നമുക്ക് പറയാനേ ജയന്തി പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഇൻ്റർവ്യൂവിൽ ഇരുന്ന് ഘോര പറയാം, താഴെ ആളുകളും അണ്ണ അടിപൊളി ഇത് എഴുതും, ഇവന് വേറെ പണിയില്ലെന്ന് ചോദിച്ചു വേറെ കുറേ പേര് ചിലപ്പോൾ എഴുതുന്നുണ്ടാവും. അതൊന്നും നമുക്ക് പ്രശ്നമില്ല, അതല്ല ഞാൻ പറഞ്ഞത്. നമുക്കൊരു ഇൻ്റർവ്യൂവിലൂടെ പറഞ്ഞ് നമുക്ക് ഈ നാടിനെ മാറ്റാനോ അല്ലെങ്കിൽ നാട്ടിൽ ഇങ്ങനെ ചേഞ്ചസ് വരുത്തണം, എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ള കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇവിടുത്തെ ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ ഒരു രാഷ്ട്രീയ കക്ഷി ജയനോട് പറയാണ്, ഞങ്ങളെപ്പോഴും ജയസൂര്യയുടെ വർക്കിനെ ഞങ്ങൾ ഒരുപാട് നല്ലതായി കാണുന്നു, പോസിറ്റീവായി വീക്ഷിക്കുന്നു, നിങ്ങളിലൊരു ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കാണുന്നു, ഞങ്ങളുടെ ഞാൻ ഓർമ്മ ഞങ്ങളുടെ രാഷ്ട്രീയ കക്ഷിയിൽ ചേരൂ, രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ? ശരി, ഒന്നേലും സന്തോഷം, എനിക്ക് പറ്റിയ മേഖലയല്ല എന്ന് മാത്രം പറയുള്ളൂ. ജയൻ്റെ ഒരു ഊമപ്പെണ്ണനില്ല, അതിനു മുമ്പത്തെ തൊട്ട് എനിക്കറിയാം, ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമ്മളിങ്ങനെ ആ ഒരു വളർച്ചയിൽ സന്തോഷിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ മാറാതെ സൂക്ഷിക്കാറുണ്ട്. ഇവൻ ജിമ്മിൽ പോയാലും ഡയറ്റിങ്ങിലായാലും ഇല്ല, ഞാൻ ഐ ലവ് മീ എന്നുള്ളൊരു കോൺസെപ്റ്റ് എത്ര തിരക്ക് പിടിച്ചാലും ശ്രദ്ധിക്കാറുണ്ട്. അത് വളരെ എസെൻഷ്യലാണ്, അത് വലിയ കാര്യമാണെന്നല്ല പറയുന്നത്. എന്നാലും നമ്മൾ വിട്ടുപോകാതെ നമ്മളത് തുടർന്ന് പിടിക്കണമെങ്കിൽ നമ്മളിലും ഒരു സന്തോഷവും അത് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വേണം. ഈ സമയങ്ങളിൽ എത്രത്തോളം നല്ല ഭക്ഷണമൊക്കെ മിസ് ചെയ്യും? ഞാൻ ഒന്നും മിസ് ചെയ്യാറില്ലല്ലോ, ഞാൻ എല്ലാം കഴിക്കാറുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഈ പറഞ്ഞ വലിയൊരു പോയിൻ്റുണ്ട്, നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്, നമ്മൾ ഇഷ്ടപ്പെടാൻ മറന്നു പോകും. നമുക്ക് നമ്മുടെ അച്ഛന് ഇഷ്ടമാണോ, നമ്മുടെ അമ്മയെ ഇഷ്ടമാണോ, നമ്മുടെ ഭാര്യനെ ഇഷ്ടമാണോ, മക്കളെ ഇഷ്ടമാണോ, എല്ലാവരും പറയും ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്തു, ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു, ഇവർക്ക് വേണ്ടി ചെയ്തു. ആദ്യം നിനക്ക് വേണ്ടി ചെയ്തോ എന്ന് ചോദിക്കേ. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കൂ, അടുത്തൊരു ഡൗട്ടും ഇല്ല. നമ്മളെ തന്നെ സ്നേഹിക്കാൻ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല എന്നല്ല, അത് മണ്ടത്തരവാ, അത് ചെയ്യരുത്. കാരണം നമുക്ക് ആരോഗ്യമായിട്ടിരുന്നാലല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് ഞാൻ എന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഡയറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഡയറ്റ് എന്ന് വെച്ചാൽ ഡയറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭക്ഷണവും കഴിക്കും, പക്ഷെ വളരെ ലിമിറ്റഡ്. ഞാൻ ഇപ്പോൾ വെജായി ജയന്തി, ഇപ്പോൾ വെജിറ്റേറിയൻ ഫുഡാണ്. ഞാൻ എത്രയോ കാലം കൊണ്ട് ആണല്ലേ. ഞാൻ ഇനിയിപ്പോൾ നാളെ നോൺ വെജ് കഴിക്കുമെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ കുറേ നാളായിട്ട് വെജാണ്, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചാലായി, അത്രേ ഉള്ളൂ. പണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ചിക്കനും മുട്ടയും പരിപാടി ഇല്ലാതെ ഒരു ദിവസം പോയിട്ടില്ല, എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നു. ഇപ്പം എന്തോ അതിനോടൊരു മടുപ്പ്, എനിക്കറിയില്ല എന്താണ്. വാരാണസിയിലെ യാത്രയാണോ അതിന് കാരണം? അറിയില്ല, നമുക്കതൊന്നും അറിയില്ല. വാരണാസിയിലെ യാത്രയാണോ അറിയില്ല. കാര്യം ഒരു ശാന്തത, അതിലിരുന്ന ആ ഫോട്ടോ ഞാനെപ്പോഴും വാട്സാപ്പിലെ DP, ആ ഒരു ശാന്തത, അപ്പം അതാണോ വെജിറ്റേറിയനിലേക്ക് ആക്കിയത്? എൻ്റെ അങ്ങനെയൊക്കെ ശാന്തത വെജിറ്റേറിയനിലേക്കൊക്കെ ആക്കും എൻ്റെ ജയന്തി.
എങ്ങനെ വെജിറ്റേറിയനിലേക്കായി? എനിക്ക് അങ്ങനെ വാരാണസി പോയില്ലെങ്കിലും എവിടെയുള്ള ഒരു പീസ് തോട്ട് എനിക്ക് പിന്നെ മാറാൻ കഴിഞ്ഞിട്ടില്ല ജയ. 10-15 വർഷമായി. ഇനി ഞാൻ മാറാൻ, എന്നെ കൊണ്ട് മാറാനും പറ്റില്ല. എനിക്ക് കഴിക്കാൻ തോന്നി കഴിക്കാം. ഇപ്പൊ തൽക്കാലത്തിന് സിമ്പിൾ ആസ് ദാറ്റ്, അഡോറബിൾ. അതാണ് ജയസൂര്യായതും നമുക്കൊക്കെ ചിലപ്പോൾ മാറാൻ പറ്റാത്തത്. നല്ലൊരു വിഷു ദിനം, ഓർമ്മകൾ, ആഘോഷം. കാര്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഞാൻ വിളിച്ചു, തിരിച്ച് വന്നു. സമയം പോയതേ അറിഞ്ഞില്ല ജയ. ജയനയോട് മുന്നിലിരുത്തി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് പറയാന്ന് പറയുന്നതും ഒരു ചെറിയ ടാസ്ക് തന്നെയാണ്. അല്ല, ഞാൻ ചില സമയങ്ങളിൽ എന്നെ തന്നെ ഞാൻ അത് അല്ല കറക്റ്റാണ്. കാരണം പുതിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാനുമില്ല. കാരണം എനിക്ക് എന്നിൽ പുതിയതൊന്നും പറയാനുമില്ല. കാരണം എല്ലാം അറിയാവുന്നത് എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് സത്യം. എന്നാലും ഞാൻ എൻ്റെ ഒരു മാക്സിമം ഞാൻ ശ്രമിക്കും ജയനെ മുൻനിർത്തിക്കൊണ്ട്. സന്തോഷം, സമയം പോയതേ അറിഞ്ഞില്ല. ഒരുപാട് അഭിമാനത്തോടെ വിജയങ്ങൾ മാത്രം ആശംസിച്ചുകൊണ്ട്. സന്തോഷം, സ്നേഹം. വളരെ വളരെ സന്തോഷം ജയന്തി. ഗംഭീരമായിട്ടുള്ളൊരു വിഷു ഞാൻ ആശംസിക്കുന്നു. ഇതുപോലെ ചിരിച്ച മുഖത്തോടുകൂടി എന്നും എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്യാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനൊക്കെ പറ്റട്ടെ. താങ്ക് യു ഡിയർ.